അത് തീരുമാനിച്ചോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ പേരോട് ആഡ് ചെയ്തു കേട്ടോ. ഞങ്ങൾ ഷുവറായിട്ട് വന്നിട്ടുണ്ടാവും. ഞാനും വൈഫും കുട്ടികളും എന്തായാലും ഉണ്ട്. ക്യാഷിനൊരു പ്രശ്നമാക്കണ്ട, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതൊരു കാര്യം ചെയ്യ്, നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് മീറ്റ് ചെയ്താലോ? ആ ശരി. എങ്ങോട്ടാണ് ഭാര്യനും കുട്ടികളെയും കൂട്ടിട്ട് എങ്ങോട്ട് കൊണ്ട് കാര്യം പറയുന്നത്? ബാഗ് പാക്ക് ചെയ്തു കേട്ടോ, മറ്റന്നാൾ ടൂർ ഉണ്ട്. ടൂറോ? എങ്ങോട്ട്? ഊട്ടി, കൊടൈക്കനാൽ, മേട്ടുപ്പാള്, പിന്നെ അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളിലൂടെ പോകുന്നുണ്ട്. ഏകദേശം ഒരു 10-15 ഫാമിലികളുണ്ട്. പിന്നെ നീ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, എവിടെയൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഞാനങ്ങോട്ട് തീരുമാനിച്ചു, നിന്നെയും മക്കളെയും കൊണ്ടേ ഒരു ടൂർ അങ്ങോട്ട് പോയാലോ എന്ന്. പഠിക്കണ സമയം മുതൽ ആഗ്രഹിച്ചതാ ഊട്ടിയും കൊടൈക്കനാലൊക്കെ പോണെന്ന്. ഇതുവരെ സാധിച്ചിട്ടില്ല. അന്ന് അച്ഛനോട് കുറെ പറഞ്ഞ് കരഞ്ഞിട്ടൊക്കെ ഉണ്ട് ഊട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതിന് നിന്റെ അച്ഛൻ്റെ കയ്യിൽ വല്ല പാങ്ങുണ്ടായിരുന്നോ നിന്നെ അത്രയും ദൂരത്തേക്ക് ടൂർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്? ഞാൻ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമല്ലേ നീ പുറം ലോകം എന്താന്ന് കാണുന്നത്. അതിനു മുമ്പ് എന്തായിരുന്നു? വീട് പരിസരം അങ്ങനെ എടുക്കായിരുന്നില്ലേ? ഇതിപ്പോ എന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് നിനക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടായത്? നല്ലൊരു വീട്, കുറെ സൗകര്യങ്ങള്, പിന്നെതാ ഞാനിപ്പോ നിന്നെ ടൂറും കൊണ്ടുപോകാൻ പോകുന്നു. എന്തേലും ചെയ്തും തരും, അതിന് 10,000 കണക്കും പറയും. ഇതിനേക്കാളും നല്ലത് എവിടെയും പോകേണ്ട വീട്ടിലിരിക്കണ തന്നെയാ. ഞങ്ങള് ടൂർ വരുന്നില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കോ. നീ ഇങ്ങനെ പറയുകയാണെങ്കിലേ ഇവിടെ നിക്കലേ ഉണ്ടാവുള്ളൂ. എടി നിന്റെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത കാരണല്ലേ നിന്നെ എവിടെയും കൊണ്ടുപോകാണ്ടിരുന്നത്. ഇതിപ്പോ ഞാൻ എന്റെ സ്വന്തം പോകരുന്ന് പൈസ എടുത്തിട്ട് പല സ്ഥലങ്ങളിൽ കൊണ്ടുവന്നു. നിനക്കിപ്പോ എന്താ വെറുതെ പെട്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വരണം, അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനുള്ളത്? പൈസ ഇറക്കുമ്പോഴേ അതിന്റെ കണക്കും ഉണ്ടാവും. ഇത് കേൾക്കുമ്പോ നീ എനിക്ക് ഇങ്ങനെ ചൊറിഞ്ഞു കയറേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു രൂപ കയ്യിലും ഇല്ല, പറിച്ചിട്ടാ വിചാരിക്കും അവള് കോടികളുകൊണ്ട് ഇങ്ങോട്ട് വന്നേന്ന്. മഞ്ജുച്ചി വാ, കേറാൻ സമയമില്ലേ? ഞാൻ അന്ന് വന്നപ്പോ ദിനുവിനെ കണ്ടില്ലാലോ, അവനോടൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതാ. ഇനി കുറെ വീടുകൾ പോകാനുണ്ട്. ദിനുവേണ്ട ഇപ്പൊ വരും, കുളിക്കുക. മോക്ക് എത്രയായി? അവൾക്ക് 8 മാസമായി. 8 മാസമായി. നോക്കട്ടെ, വാ വാ. അത് ആന്റി വരുവോ? ആന്റി ഇന്ന് പോകാനില്ലേ ജോലിക്ക്? ഞാൻ പോകാനുണ്ട്. വീട് പണിയൊക്കെ കഴിഞ്ഞു ഇവരുടെ മുഴുവനായിട്ട്? വീട് പണിയെല്ലാം കഴിഞ്ഞു. 21 പരിപാടി. ചെറിയ പണിയുണ്ട് അടുക്കളയില്, അത് പിന്നെ അപ്പോഴേക്കും കഴിയല്ലോ. പണിക്കാരുണ്ട് വീട്ടില്. പണിക്കാരുണ്ടല്ലേ? ഇതെന്താ ചേച്ചി വന്നിട്ട് ഇവിടെ തന്നെ നിന്നാളഞ്ഞോ? അകത്ത് കയറിയില്ലേ? മോളെ പൊരയേക്കോടുള്ള 21-ാം തീയതി ഞാൻ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ദിനം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ കണ്ടു പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതാ. 21-നല്ലേ? എടി, ഒരാള് വീട്ടിലേക്ക് വരുമ്പോഴേ അകത്ത് വിളിച്ചിരുത്തി സംസാരിക്കണം നിനക്കറിയില്ല, ഇവിടെ തന്നെ ഇങ്ങനെ നിർത്തുക? ഇല്ലേ, മഞ്ജേച്ചിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞു. ഞാനാ പറഞ്ഞത് ഇരിക്കുന്നില്ല എന്നുള്ളത്. കുറച്ച് വീടും കൂടി പോകാനുണ്ട്. അതെന്താ അറിയാൻ ചേച്ചി, ആര് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് തന്നെ അങ്ങനെ സംസാരിക്കും. എന്നൊന്ന് അകത്ത് കയറി ഇരിക്കുന്നു പറയാനുള്ള മര്യാദ അത് ഇവക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. അതെന്ത് പണിയാവാൻ ചേച്ചി, ഇത്രയും ദൂരം കുഞ്ഞിനെ എടുത്തിട്ട് ഈ വീട്ടിലേക്ക് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാണ്ട് തിരിച്ചു പോവുക? എന്നാ ശരി മോളെ, അവൻ ഇത്രയും പറഞ്ഞതല്ലേ, കുഞ്ഞിൻതാ ഒരു ഗ്ലാസ് വെള്ളം മാത്രം എടുത്തിട്ടാട്ടെ. കണ്ടോ, ഇപ്പൊ എങ്ങനെയാണ് വൻചേച്ചി അകത്ത് കയറി ഇരിക്കാന്ന് പറഞ്ഞത്? വഴിയൊന്നും സംസാരിച്ച് പോകാൻ നിന്നല്ലേ? വൻചേച്ചി ഇത് ഇവളുടെ സ്ഥിരം ഏർപ്പാടാ. ഇവിടെ മാത്രല്ല, ഞാൻ ഇവളുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിലും അവർക്ക് ഇത് തന്നെ പണിയാ. അവളുടെ അച്ഛനാണെങ്കിൽ അമ്മയാണെങ്കിൽ ആരാണെങ്കിലും എവിടുന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം ആ മുറ്റം വരെ എത്തും. അവിടുന്ന് സംസാരിക്കും, അവരങ്ങോട്ട് പറഞ്ഞു വിടും. അതേ സ്വഭാവം തന്നെയാണ് ഇവള് ഇവിടെയും കാണിക്കുന്നത്. എന്ത് പറയാനാ, അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്നല്ല വന്നേ. അവന് ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എന്ത് നോക്കി നിൽക്കാടി, ചെന്ന് വെള്ളം എടുത്തിട്ട് വാ. ചേച്ചി കയറിയിരിക്കും. മഞ്ജേച്ചി വെള്ളം. ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ? അതവനെ ഫോൺ വന്നു കൊണ്ട് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നു. തിരക്കുണ്ട്, ഓഫീസിൽ നിന്ന് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റം ഇല്ലല്ലേ? കൊഴപ്പൊന്നുമില്ലല്ലോ. നീ ഇങ്ങനെ ഒതുക്കിക്കോ. കല്യാണം 9 വർഷമായില്ലേ, കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അവനീ പറഞ്ഞത് തന്നെ. 4 ആൾക്കാരിനെ കാണുമ്പോ നിന്നെ തരംതാഴ്ച സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ? ഇപ്പൊ അങ്ങനെ സംസാരിച്ചതിനാണോ? അതൊന്നും കാര്യാക്കാറില്ല മഞ്ജേച്ചി. ആദ്യമൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, പിന്നെ അത് ശീലമായി. നീ ഇങ്ങനെ ശീലമായി വന്നിരിക്കണ്ട. ഈ പറയുന്നതിനൊക്കെ തുള്ളി കൊടുത്തിട്ടുണ്ടെങ്കിലേ അപ്പൊ പുറത്തു പോയി വെച്ചോ എന്തെങ്കിലും പരിപാടിക്ക്. അവന്റെ മുൻപിൽ ഇങ്ങനെയല്ലേ പറയുന്നത്. ഇപ്പൊ ഞങ്ങൾ ചുറ്റുമുള്ളവർക്ക് കേട്ട് ശീലിച്ചു പോയി. ഇത് എവിടെ എത്രയെന്ന് വെച്ചിങ്ങനെ കേൾക്കുക? ഇതില്ലേ, എത്രത്തോളം താഴ്ന്നു കൊടുത്താലും ഇവര് വലിയ ആളായി കൊണ്ടുപോകും. സുധാകരേട്ടൻ എങ്ങനെയല്ലേ? എനിക്ക് മതിയായിട്ടുണ്ട്.
നല്ലോണം അങ്ങ് പറഞ്ഞു കൊടുത്തു ഞാൻ. ആരെങ്കിലും മുൻപിൽ പോയി കഴിഞ്ഞാൽ മൂപ്പരങ്ങ വലിയ ആളാണ്, എന്നെ താഴ്ത്തി കെട്ടണം, അതിലെന്തോ ഒരു സന്തോഷം കണ്ടുപിടിക്കുക. ഇനിയിപ്പോ എന്ത് പറയാനാണ് ചേച്ചി? ഇതിപ്പോ അങ്ങനെ ഇവിടെ പോട്ടെ, മൂപ്പര് മാറുന്നില്ല. അതന്നെ ഞാൻ പറഞ്ഞത്, മാറില്ല എന്നുള്ളത്. അങ്ങനെ മാറ്റി എടുത്തിട്ടില്ലെങ്കിലില്ലേ, ഇപ്പൊ നീ എന്റെ മുൻപിൽ തലതാഴ്ത്തി നിന്നില്ലേ, അതുപോലെ ജീവിതകാലം മുഴുവൻ തലതാഴ്ത്തി നിൽക്കേണ്ടി വരും. അപ്പോഴാണ് എനിക്ക് അതിന്റെ വിഷമം ശരിക്കും എന്താ മനസ്സിലാവുള്ളൂ. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിന്റെ ഒരു അവസ്ഥ കണ്ടപ്പോ നീ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ, ഭാവി ഉറങ്ങി. അതെ, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. പാടത്ത് കോലം കുത്തിച്ച പോലെ ഉണ്ട്. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോ, അപ്പുറത്ത് ആ വയലിൽ ചെന്നു. അങ്ങനെയാണെങ്കിൽ ആ കോലങ്ങൾക്ക് ഒരു കമ്പനി ആവും. അല്ലെങ്കിൽ അങ്ങനത്തെ അല്ലേ പറയൂ. ഇതിപ്പോ വേറെ ആരുടെങ്കിലും ഭാര്യമാരാണെങ്കിലും ഭയങ്കര അഭിപ്രായമായിരിക്കുമല്ലോ പറയാനായിട്ട്. അല്ലെങ്കിലും ചില ആണുങ്ങൾ ഇങ്ങനെ തന്നെയാ, സ്വന്തം ഭാര്യമാരെ എത്ര നന്നായിട്ട് ഒരുങ്ങി വന്നാലും പാടത്ത് കുത്തിയ കോലം പോലെ തന്നെ അവർക്ക് തോന്നും. നിനക്കറിയാലോ, നിങ്ങൾ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ഈ കെട്ടി ഒരുങ്ങിയിട്ട് എങ്ങോട്ടാണ്? വല്ല ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടോ? എന്റെ ഫ്രണ്ടില്ലേ വൈഷ്ണവി, അവളെ കുഞ്ഞിന്റെ ബർത്ത്ഡേ അന്ന്. അതിനാണ് ഇങ്ങനെ കെട്ടി ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത്. ഇന്നൊരു ഞായറാഴ്ചയാണ്, ഞാൻ വീട്ടിലുണ്ട്. അപ്പൊ നിനക്ക് പാർട്ടി എന്ന് പറഞ്ഞ് പുറത്തു പോകണം. അവിടെ അവളുടെ മോന്റെ ബർത്ത്ഡേ അല്ലേ, അല്ലാണ്ട് വേറൊന്നുമില്ലല്ലോ. അതിനെ ഫോൺ വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ മതി. അല്ലാണ്ട് ഇങ്ങനെ ഒരുങ്ങിയിട്ട് അവിടെ വരെ പോവാൻ നിൽക്കൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവരൊക്കെ എത്തുന്നതല്ലേ. ഇതിപ്പോ അവിടെ എന്റെ എല്ലാ ഫ്രണ്ട്സ് വരുന്നുണ്ട്. ഒരു ഹോട്ടലിൽ വെച്ചിട്ടാ പരിപാടി നടത്തുന്നത്. മക്കളെയും കൂട്ടുന്നുണ്ട്. നീ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ഞാനിവിടെ പട്ടിണി നടക്കുമോ? അത് നടക്കൊന്നുമില്ല. നിങ്ങൾ എന്തിനാ പട്ടിണി എടുക്കുന്നത്? ഞാൻ ഒരു ദിവസം മാറുമ്പോഴത്തേക്ക് ഇവിടെ പട്ടിണിയാകുക? അടുക്കളയിൽ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ, വേണ്ടത് ഉണ്ടാക്കി കഴിച്ചാൽ പോരെ. ഇല്ലെങ്കിൽ ഞാൻ എന്തുണ്ടാക്കി തന്നാലും 100 കുറ്റങ്ങൾ പറയണല്ലേ. ഇന്നിപ്പോ സ്വന്തം ഇഷ്ടത്തിന് വെച്ചുണ്ടാക്കി കഴിക്കും. പിന്നെ ഞാനും മക്കളും വരുമ്പോഴേ പറ്റാണെങ്കിൽ കുറച്ച് ചായ ഉണ്ടാക്കി വെക്കുക, അത്ര തന്നെ. നീ ഹോട്ടലിൽ പാർട്ടിക്ക് പോയിട്ട് വരുമ്പോ ഞാൻ നിനക്ക് ഇവിടെ ചായ ഉണ്ടാക്കി വെക്കണമെന്നല്ലേ? കൊള്ള, കുറച്ച് ഫ്രീഡം തരുമ്പോഴത്തേനെ തലേക്കറി ഇങ്ങോട്ട് മേയാൻ നിൽക്കണ്ട. അവിടെ ഒരു ഹോട്ടലും പാർട്ടിയും ബർത്ത്ഡേയും. നീ എവിടേക്കും പോണ്ട, ഡ്രസ് മാറ്റി അടുക്കളയിൽ കയറാൻ നോക്ക്. അങ്ങനെ നിങ്ങൾ പോണ്ടെന്ന് പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമൊന്നുമില്ല. എന്റെ എല്ലാ ഫ്രണ്ട്സും അവിടെ എത്തുന്നുണ്ട്. ഞങ്ങളുടെ കോളേജിലെ ബാച്ച് മുഴുവൻ നിന്ന് ഒത്തുചേരാ. എനിക്ക് പോയേ പറ്റൂ. ഓഹോ, അപ്പൊ അതാണ് സംഭവം. കൊള്ള, ബർത്ത്ഡേ എന്ന് വെറുതെ ഒരു പേര്. ആരെ കാണാൻ അങ്ങോട്ട് കെട്ടിയെഴുന്നള്ളുന്നേ? ആ പോയിക്കോ പോയിക്കോ, എന്തായാലും പഴയ ഓർമ്മകളൊക്കെ പുതുക്കേണ്ടതല്ലേ. മനസ്സ് വേദനിച്ചിട്ട് ഇവിടെ നിൽക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് പാർട്ടി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകുന്നില്ലേ? അത് പഴയ ഓർമ്മകൾ അയവർക്കാൻ പോകുന്നതാണോ? എന്റെ എല്ലാ ഫ്രണ്ട്സും അവരെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ മാത്രമേ വരാത്തുള്ളൂ. നിങ്ങളോട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാലോ, അതുകൊണ്ടാ പിന്നെ ഞാൻ വിളിക്കാതിരുന്നത്. ഇല്ലടി, നീ വിളിക്കൊന്നും വേണ്ട. നീ വിളിക്കാണ്ട് തന്നെ ഞാൻ നിന്റെ കൂടെ വരുന്നുണ്ട്. നിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ മുന്നിലേ 4 വർത്താനം എനിക്ക് നിന്നോട് പറയണം, എന്നാലൊക്കെ നീ പഠിക്കുള്ളൂ. നിങ്ങൾ എന്താ വിചാരിച്ചേ? ഞാൻ എന്റെ നാവ് ഇവിടെ പണയം വെച്ചിട്ടാണ് അങ്ങോട്ട് പോകണമെന്നുള്ളത്? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ താഴ്ത്തി കിട്ടുന്നതും സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ പരിഹസിക്കുന്നത് നിങ്ങൾക്കൊരു ഹരാണല്ലോ. ഇതുവരെ ഞാൻ എന്തുകൊണ്ടാണെന്നറിയാം തിരിച്ചു പറയാത്തത്? നിങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇമാതിരി സ്വഭാവം കൊണ്ട് എങ്ങാനും അങ്ങോട്ട് എഴുന്നള്ളിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിന്റെ 4 ഇരട്ടി ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരും. മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വന്നു. നീ എന്താ പറഞ്ഞേ? അത്ര ആൾക്കാരെ മുന്നിൽ വെച്ച് നീ എന്നെ അപമാനിക്കുന്ന? ഇത്രയും നല്ല ജീവിതവും ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായി തന്നപ്പോ ലാസ്റ്റ് നീ എന്നെ തല കയറാൻ നിൽക്കുക? നിങ്ങൾ പറഞ്ഞത് ശരിയാ, എല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തു തരും. അവസാനം നമ്മൾ ഒന്നും അല്ലാത്ത രീതിയിൽ ചവിട്ടി താഴ്ത്തുകയും ചെയ്യും. ഞാനിവിടെ വെറും ഒരു വേലക്കാരനെ പോലെ വീട്ടിലെ കാര്യങ്ങളും ചെയ്ത് കുട്ടികളെയും നോക്കി നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ട് ഇങ്ങനെ മിണ്ടാട് നിൽക്കണം അല്ലേ? ഇപ്പൊ ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളോട് സംസാരിക്കുന്ന പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് അങ്ങ് പൊള്ളിയില്ലേ? ഇതല്ലേ ഈ 9 വർഷക്കാലമായിട്ട് നിങ്ങൾ എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തിനധികം ഇന്നലെ വരെ ആ വഞ്ചേസിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നോട് മോശമായിട്ട് സംസാരിച്ചില്ലേ? അത് ഞാനായിരുന്നു നിങ്ങളോട് തിരിച്ചു ചെയ്തിരുന്നെങ്കിലോ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾക്കൊരു വിചാരമുണ്ട്, ഈ അന്തസ്സും അഭിമാനവും ഒക്കെ ഭർത്താക്കന്മാർക്ക് മാത്രമുള്ളതാണ്. എന്നാ കേട്ടോ, നിങ്ങളെപ്പോലെ തന്നെ വ്യക്തിത്വം ഭാര്യമാർക്കും ഉണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാതെ ഇനിയും എന്നെ തരം താഴ്ത്തി സംസാരിക്കാൻ നിന്നാല് ഞാൻ ആരാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കും. ഞാൻ പിള്ളേരെ കൂട്ടിയിട്ട് വരട്ടെ.